അപ്പോസ്തലപ്രവൃത്തികൾ 28 അധ്യായം 1 രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ സുവിശേഷ നിമിത്തം തടവിലാക്കി കഴിഞ്ഞ് തന്നെ വിചാരണ ചെയ്യുന്നതായ സമയത്ത് കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട് റോമയിലേക്ക് അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും കൊണ്ടുപോകുന്നതായ രംഗമാണല്ലോ അപ്പോസ്തലപ്രവൃത്തികൾ അവസാന അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. 27 അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ റോമയിലേക്കുള്ള അവരുടെ കപ്പൽ യാത്രയെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 27 അധ്യായത്തിൻ്റെ ആരംഭ ഭാഗം മുതൽ നാം കാണുന്നത് അവരുടെ കപ്പൽ യാത്രയിലുണ്ടായ അതിഭയാനകമായ അനുഭവങ്ങളാണ്. കാറ്റ് പ്രതികൂലമായി അവരുടെ കപ്പൽ യാത്രയെ ബാധിക്കുന്നതായ ഒരു തലത്തിലേക്ക് അത് മാറുന്നതാണ് 27 അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം കാണുന്നത്. 27 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നാം കാണുന്നത് കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിൻ്റെ മറപറ്റി ഓടിയെന്നാണ്. വീണ്ടും 7 വാക്യത്തിലേക്ക് വരുമ്പോൾ കാറ്റ് സമ്മതിക്കായികയാൽ ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ശൽമോനയ്ക്ക് നേരെ ഓടി എന്നെഴുതിയിരിക്കുന്നു. തുടർന്നുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഈ പ്രതികൂലമായി അടിച്ച കാറ്റ് ശക്തി പ്രാപിച്ച് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് എന്ന നിലയിലേക്ക് മാറുന്നതാണ് 14 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാധാരണയായി യാത്ര ആരംഭിക്കുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ അവർ യാത്ര തിരിക്കാറില്ല. എന്നാൽ നല്ല കാലാവസ്ഥ കണ്ടുകൊണ്ടാണ് അവർ യാത്ര ആരംഭിച്ചത്. ഏതാനും ചില സമയം കഴിയുമ്പോഴേക്കും ഈ പ്രതികൂലമായിരുന്ന കാറ്റൊരു വലിയ കൊടുങ്കാറ്റായി മാറി ഈശാനമൂലൻ എന്ന ഏറ്റവും ഭീകരമായ കൊടുങ്കാറ്റ് കപ്പലിന് നേരെ ആഞ്ഞടിച്ചിട്ട് കപ്പലിന് നേരെ നിൽക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ കൈവിട്ടങ്ങനെ പാറിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. അതിഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ എടുത്തെറിയപ്പെടുകയാണ്. ജീവിക്കും എന്നുള്ളതായ ആശ നഷ്ടപ്പെട്ടു പോയതായ നിമിഷം അവർ അനുഭവിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അവർ അതിഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. കപ്പലിനുള്ളിൽ ആകപ്പാടെ പരിഭ്രമമാണ്, പരിഭ്രാന്തിയാണ്. എല്ലാവരുടെയും മുൻപാകെ മരണം കാണുന്നതായ ഒരു സ്ഥിതിയിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. ജീവിക്കും എന്നുള്ളതായ ആശ പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ അതിഭയാനകമായ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ കപ്പൽ അങ്ങനെ പാറിപ്പോകുന്നതായ ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ കപ്പലിലുള്ള എല്ലാവരും ഒരുപോലെ പരിഭ്രാന്തരായിട്ട് അലമുറയിട്ട് നിലവിളിക്കുകയും അവരവരുടെ ദൈവത്തോട് വിലപിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് 27 അധ്യായത്തിൽ നാം കാണുന്നത്. ജീവിതത്തിനെതിരായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ പലപ്പോഴും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം എടുത്തെറിയപ്പെട്ടെന്ന് വരാം. ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിനെതിരായി ആഞ്ഞടിച്ചെന്ന് വരാം. അടുത്ത സമയങ്ങളിൽ കണ്ടുവരുന്നതായ ഒരു ട്രെൻഡ് ഒന്ന് പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിവാഹങ്ങൾ വളരെ ആർഭാടമായിട്ടാണ് നടത്താറുള്ളത്. എത്ര വലിയ ആർഭാടമായിട്ടാണ് അടുത്ത സമയത്തെ ക്രിസ്തീയ ഭവനങ്ങളിലെയും വിവാഹങ്ങൾ നടത്താറുള്ളത്. പണക്കൊഴുപ്പ് കാണിക്കുന്ന ഒരുപാട് വിവാഹ ആഘോഷങ്ങൾ തന്നെ നാം കാണുകയാണ്. ഒരു വിവാഹത്തിന് ചെലവാക്കുന്ന തുക കൊണ്ട് അനേകം വിവാഹങ്ങൾ നടത്തുവാനുള്ള ഒരു വലിയ ഭീമമായ തുക ചെലവാക്കി ആർഭാടങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ ഇന്ന് സംജാതമായിരിക്കുന്നത്. ആ വിവാഹിതനാകുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതിയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്. ചെറുപ്പം മുതൽ അവർ ഏറ്റവും ആർഭാടമായി ജീവിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അറിയാതെ മാതാപിതാക്കൾ അവരെ വളർത്തുകയാണ്. എല്ലാ കാര്യങ്ങളും യഥേഷ്ടം അവർക്ക് ലഭിക്കാവുന്ന തരത്തിൽ പണം അവർക്ക് വേണ്ടി ഒഴുക്കിയാണ് അവരെ വളർത്താറുള്ളത്. ജീവിതത്തിലെ ബുദ്ധിമുട്ട് എന്താണെന്നോ പ്രയാസം എന്താണെന്നോ കഷ്ടപ്പാട് എന്താണെന്നോ ഒന്നും അറിയാൻ പാടില്ലാതെ അങ്ങോട്ട് പണം ചെലവാക്കി മാതാപിതാക്കൾ അവരെ ഏറ്റവും ഉന്നതമായ നിലയിൽ വളർത്തിയെടുക്കുകയാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ വിവാഹം ഏറ്റവും ആർഭാടമായി നടത്തി കൊടുക്കുന്നു. വിവാഹമെല്ലാം കഴിയുന്നതോടുകൂടെ അതിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം മടങ്ങി അവരവരുടെ ഭവനങ്ങളിലേക്ക് പോയി ഈ കുഞ്ഞുങ്ങൾ
തനിയെ അവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ജോലി ചെയ്ത് പണമുണ്ടാക്കേണ്ടതായിട്ട് വരാം. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നായിട്ട് അവർ അനുഭവിക്കുവാൻ തുടങ്ങുകയാണ്. മാതാപിതാക്കൾ അവരെ നേരത്തെ കരുതിയതുപോലെ വീണ്ടും അവരെ കരുതുവാൻ ഒരുപക്ഷെ സാധിച്ചില്ലെന്ന് വരാം. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞുപോയെന്ന് വരാം. ഈ രണ്ടുപേർ മാത്രമായി ജീവിതം അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോരോ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ഒക്കെ അവരുടെ മുൻപാകെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അവർ ജീവിതം വലിയ പ്രതിബന്ധമായി, പ്രശ്നമായി അവരുടെ മുൻപാകെ അനുഭവിച്ചെന്ന് വരാം. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒന്നൊന്നായി അറിയാൻ തുടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ ഈ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്നുള്ളത് ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങും. പല കുടുംബങ്ങൾക്കും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ലാതെ തകർന്നടിഞ്ഞു പോകുന്നതായി കാണുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ജീവകാലത്തൊരിക്കലും കഷ്ടപ്പാടുകൾ എന്താണെന്നോ ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പലപ്പോഴും വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ മെസ്സേജ് കൊടുക്കാറുണ്ട്, മക്കളെ, നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ തിരികെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തനിയെ ആരംഭിക്കുന്നതായ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിനെതിരായി ഒത്തിരി പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അടിക്കടി ഉണ്ടായെന്ന് വരാം. അതാണ് വാസ്തവത്തിലുള്ള ജീവിതം. അവിടെയാണ് നിങ്ങൾ വാസ്തവത്തിൽ ജീവിച്ച് കാണിക്കേണ്ടുന്നത്. ഈ ആർഭാടമെല്ലാം കഴിഞ്ഞു പോകും. എന്നാൽ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പോൾ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ഏക വഴി വലിയവനായ ദൈവത്തിൻ്റെ സന്നിധി മാത്രമാണ്. ഈ വാക്യങ്ങളിൽ നാം വായിക്കുന്നതായ കാര്യവും അതുതന്നെയാണ്. പ്രതികൂലമായ കാറ്റ്, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച് കപ്പൽ തകരുവാനായി തുടങ്ങിയപ്പോൾ ആളുകളെല്ലാം പരിഭ്രാന്ത ചിത്തരായി തീർന്നു. മരിച്ചുപോകും എന്നവർ വിചാരിച്ചു. ജീവിതത്തിലുള്ള ആശയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഏതാണ്ട് 14 ദിവസങ്ങൾ, 14 ദിനരാത്രങ്ങൾ കപ്പലിൻ്റെ ഗതി നഷ്ടപ്പെട്ടവർ കടലിലൂടെ അലഞ്ഞു തിരിയുകയാണ്. കൊടുങ്കാറ്റടിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ കപ്പൽ തകർന്നു പോകും എന്നുള്ള നിലയിൽ അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിൻ്റെ മുൻപാകെ വന്ന് നിന്നിട്ട് പറയുകയാണ്, ഈ ജനത്തെ മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 27-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കപ്പല് തകർന്നാലും അവരാരും മരിച്ചുപോകയില്ല എന്നുള്ളത് പൗലോസ് ജനത്തോട് പ്രഖ്യാപനം ചെയ്യുകയാണ്. പൗലോസ് പറയുന്നത് പോലെ തന്നെ സംഭവിച്ചു. 27-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഇരുകടൽ കൂടിയൊരു സ്ഥലത്ത് കപ്പൽ ഇടിച്ചു കയറി, കപ്പൽ അടിഞ്ഞു, അതിൻ്റെ അണിയമുറച്ച് ഇളക്കമില്ലാതെയായി, അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. എന്നിരുന്നാലും അതിലുള്ള ആളുകളെല്ലാവരും രക്ഷപ്പെട്ടു. അവർ അടുത്ത് കണ്ടതായ ദ്വീപിലേക്ക് പലരും നീന്തി കയറുകയും മറ്റു പലരും പലകക്കഷണങ്ങളിൽ മേലും ബാക്കിയുള്ളവർ കപ്പലിൻ്റെ ഖണ്ഡങ്ങളിലും പിടിച്ച് രക്ഷപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ദീർഘനാളുകൾ നീണ്ടു നിന്ന അതിഭയങ്കരമായ അനുഭവങ്ങൾക്ക് ശേഷം, മരണത്തെ മുഖാമുഖം കണ്ടതായ ആ യാത്രയ്ക്ക് ശേഷം അവർ ഒരു ദ്വീപിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് നാം 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. മെലിത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭയസങ്കേതം എന്നാണ്. അങ്ങനെ അവർ അഭയസങ്കേതത്തിലേക്ക് വരികയാണ്. രക്ഷപ്പെട്ട ശേഷം അവർ ആദ്യം അന്വേഷിക്കുന്നത് ഈ ദ്വീപ് ഏതാണ് എന്നാണ്. എങ്ങനെയാണ് തങ്ങൾ രക്ഷപ്പെട്ടത് എന്നുള്ളത് അവർ വിചിന്തനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ വേദഭാഗം വായിക്കുമ്പോൾ 2 നിലകളിൽ ഇതിനെ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത്, ദീർഘവർഷങ്ങൾക്ക് മുൻപിലേക്ക് നാം നോക്കുമ്പോൾ നിരാശയുടേതായ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ കുടുംബങ്ങളുടെയും മുൻകാല ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പിതാമഹന്മാർ എത്രയോ കഷ്ടപ്പാടിലൂടെ കടന്നു വന്നവരാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ബുദ്ധിമുട്ടിയ പിതാമഹന്മാരുടെ ചരിത്രമാണ് എല്ലാ കുടുംബങ്ങൾക്കും ഉള്ളത്. എന്നാൽ ആ നിലയിൽ നിന്ന് ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുവന്നു. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകിത്തന്നു. തലമുറകളെ കർത്താവ് ധാരാളം അനുഗ്രഹിച്ചു.
എന്നാൽ രക്ഷപ്പെട്ട് ഈ നിലയിലെത്തിയ ശേഷം എവിടേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നുള്ളത് നമ്മുടെ തലമുറകൾ അറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് കാണുന്നതായ എല്ലാ സുഖസൗകര്യങ്ങളുടെയും പിന്നിലുള്ളതായ ചരിത്രം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. അവർ ജനിച്ചു വീഴുമ്പോൾ മുതൽ കണ്ടുവരുന്നതായ സാഹചര്യങ്ങൾ ഏറ്റവും മുന്തിയതാണ്. എന്നാൽ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്ത ഒരു തലമുറയെ നാം കാണുന്നു എന്നുള്ളത് എത്രയോ സങ്കടകരമായൊരു വസ്തുതയാണ്. രണ്ടാമത്തേത്, നാം പാപച്ചേറ്റിൽ കിടന്നവരായിരുന്നു, നിത്യമായ നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു, പിശാചിൻ്റെ മക്കളായിരുന്നു. എന്നാൽ അവിടെ നിന്ന് വലിയവനായ ദൈവം നമ്മെ വീണ്ടെടുത്ത് ഈ അഭയസങ്കേതത്തിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത് എന്താണ്? സ്വർഗോന്നതികളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായി വന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം ഒരുക്കിയ ഏറ്റവും വിലയേറിയ രക്ഷ കാരണം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് ദൈവമക്കളായി തീരുവാൻ സാധിച്ചു. നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി നാം തീർന്നു. ഈ രണ്ട് കാര്യങ്ങളും നാം അറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തലമുറകൾ അറിയേണ്ടത് ആവശ്യമാണ്. രക്ഷപ്പെട്ട ശേഷം തിരിഞ്ഞു നോട്ടം നടത്തി എവിടെ നിന്ന് നാം രക്ഷപ്പെട്ടു വന്നുവെന്നും ഈ അഭയസങ്കേതത്തിലേക്ക് വരുവാനിടയായത് എന്താണെന്നും തിരിച്ചറിയുവാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെ നമ്മുടെ തലമുറകൾ ഈ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുവാൻ അവർക്കിടയായി തീരട്ടെ. അവർ ഒരു മടങ്ങിവരവ് നടത്തട്ടെ. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് കർത്താവിനോട് പറയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കട്ടെ. ഈ വലിയ ചിന്ത നമ്മെ ഓരോരുത്തരെയും ഭരിക്കുവാനിടയായി തീരട്ടെ. അങ്ങനെ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പൗലോസും കൂടെയുള്ളവരും കപ്പൽ യാത്രയിൽ അനുഭവിച്ച ഏറ്റവും ഭയാനകമായ സാഹചര്യങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ വിടുവിച്ചതായ ചരിത്രം ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത് എന്നവർ ഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളും രക്ഷപ്പെട്ട ശേഷം ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ആരാണെന്നും എന്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്നും ഇപ്പോഴായിരിക്കുന്ന സ്ഥിതി എന്താണെന്നും എല്ലാം വിചിന്തനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്നപേക്ഷിക്കുന്നു. മനസ്സിലാക്കാത്ത ഇളം തലമുറ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സിനെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഈ ചിന്തയാൽ ഭരിക്കപ്പെട്ടവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി നടക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.